ത്രിമൂർത്തികളിലെ ഏറ്റവും ശ്രേഷ്ഠനും സംഹാരമൂർത്തിയും ആയ കൈലാസനാഥന്റെ ജനനത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ ബ്രഹ്മദേവനും വിഷ്ണുദേവനും തമ്മിൽ ഒരു തർക്കം നടക്കുകയായിരുന്നു. തങ്ങളിൽ ആരാണ് ഏറ്റവും ബലിഷ്ഠനും ഉഗ്രപ്രതാപിയും എന്നതായിരുന്നു തർക്ക വിഷയം. തർക്കം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് നടുവിൽ തീക്ഷണമായി ജ്വലിക്കുന്ന ഒരു തൂണ് പ്രത്യക്ഷപ്പെട്ടു. തൂണിന്റെ ഒരു അഗ്രം ആകാശത്തെ കീറിമുറിച്ചും മറ്റേ അഗ്രം പാതാളത്തെ കീറിമുറിച്ചും പോയിരുന്നു. അത് കണ്ടു അതിശയോക്തി പൂണ്ട ദേവന്മാരെ രണ്ടുപേരും തങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തിമാന് എന്ന് കണ്ടുപിടിക്കാൻ പുതിയൊരു ഉപാധിയും വെച്ചു. ഈ തേജോമയമായ തൂണിന്റെ അഗ്രം ആരാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് അവരാണ് ഏറ്റവും ബലിഷ്ഠന്. ശേഷം ബ്രഹ്മദേവന് സ്വയം ഒരു കാട്ടുപന്നിയുടെ രൂപം എടുത്ത് ആ തൂണിന് താഴേക്കും മഹാവിഷ്ണു ഒരു കുരുവിയുടെ രൂപം എടുത്ത് തൂണിന്റെ അഗ്രം കണ്ടെത്താനും മേലോട്ടും കുതിച്ചു. കാലങ്ങളോളം നീണ്ട ഈ തെരച്ചിലിൽ അവർക്ക് അതിന്റെ രണ്ട് അഗ്രം കണ്ടെത്താനായില്ല. എന്നാൽ ഇത് രണ്ടുപേരിലും ഒരു പരിവർത്തനത്തിന് തുടക്കം കുറിച്ച് തിരികെ എത്തിയ ഇരുവരും കണ്ടത് അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി നിൽക്കുന്ന സാക്ഷാൽ പരമശിവനെയാണ്. അപ്പോഴാണ് അവരുടെ ശക്തികൾക്കും അതീതമായി മറ്റൊരു ശക്തി ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞത്. ഈ പ്രപഞ്ചം മുഴുവന് കുടികൊള്ളുന്നതാണ് ആ ശക്തി എന്ന് അവർ മനസ്സിലാക്കി. ശിവന് അനാദിയായി കരുതപ്പെടുന്ന ശക്തിയാണ്. അതായത് അദ്ദേഹത്തിന് ജനനമോ മരണമോ ഇല്ല. മറ്റു ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തനായ ശിവന് അദ്ദേഹത്തിന്റെ നിഗൂഢ നിറഞ്ഞ ജീവിതചര്യകൾക്ക് പ്രസിദ്ധനാണ്. മനുഷ്യന്റെ സാമാന്യ ചിന്തകൾക്കും ബുദ്ധിക്കും മനസ്സിലാകാൻ കഴിയാത്തതാണ് അവിടുത്തെ ജീവിതചര്യകൾ. സർവ്വശക്തികളുടെയും ഉറവിടമായ ശിവന് ശ്മശാനങ്ങളിൽ വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നതും. തലയോട്ടിയും മൃഗത്തോലും ധരിക്കുന്ന ശിവന് ദിക്ക് വസ്ത്രമാക്കുന്നവന് എന്ന അർത്ഥത്തില് ദിഗംബരന് എന്നും അറിയപ്പെടുന്നു. പഞ്ചഭൂതങ്ങളാല് കേളികൾ ആടുന്ന ശിവന് തന്റെ താണ്ഡവ നടനം കൊണ്ട് നടരാജനായും അറിയപ്പെടുന്നു. ഹിമാലയ സാനുക്കളിലെ കഠിന തപസ്സിൽ മുഴുകുന്ന ഭഗവാന് തന്റെ ഭക്തർക്ക് മുൻപിൽ സദാ പ്രത്യക്ഷനാകുമെന്നും വിശ്വസിച്ചു പോരുന്നു.